വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ഗുരുഭക്തർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഉഷാ വിജയരാഘവൻ. ഓം ശ്രീനാരായണ പരമഗുരവേ നമ. ഓം ശ്രീ ശരതംബയേ നമ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. മഹാഗുരുവിൻ്റെ മധുരവാണികൾ കേട്ട് സുഹൃത്തുക്കളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. കഴിഞ്ഞ ആഴ്ച നമ്മൾ സദാശിവ ദർശനത്തിൻ്റെ 3-ാമത്തെ ശ്ലോകമാണ് അർത്ഥവ്യാഖ്യാനത്തിനും മനനത്തിനുമായി എടുത്തത്. ഇന്ന് നമുക്ക് 4-ാം ശ്ലോകത്തിൻ്റെ ആശയത്തിലേക്ക് കടക്കാം. സർവ്വതിനെയും ഹരിക്കുന്ന കാലത്തിൻ്റെ മുൻപിൽ ഭഗവാനല്ലാതെ മറ്റൊരാശ്രയവുമില്ലെന്നാണ് ഭക്തൻ ഈ 4-ാമത്തെ ശ്ലോകത്തിൽ കൂടി വെളിപ്പെടുത്തുന്നത്. ഇനി ആദ്യം പദ്യമൊന്ന് ചൊല്ലാം. ശനൈരുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും ദിനം ദിനം ദിനേശനിന്ദുവെന്നു രണ്ടു കന്തുകം മനം കവിഞ്ഞു മാറിയാടുമങ്ങു മണ്ണൊടെണ്ണുമീ ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കുമാതി ദൈവമേ. ഇതാണ് ആ 4-ാമത്തെ ശ്ലോകം. വാക്കുകളുടെ അർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ, ശനൈർ ഉയർന്ന്, ശനി എന്നാൽ നിഴൽ എന്നൊരർത്ഥമുണ്ട്. ഇനി മറ്റൊന്ന്, നവഗ്രഹങ്ങളിൽ ഒന്നായ ശനിഗ്രഹം. ആ ശനി സൂര്യൻ്റെ നിഴലാണെന്നാണ് സങ്കല്പം. ഇനി ശനിയെ കാലനായിട്ടും കണക്കാക്കുന്നുണ്ട്. സൂര്യൻ്റെ പുത്രനാണ് ശനി. ശനൈരുയർന്നുയർന്ന്, സാവധാനം മാറി മാറി ഉദിച്ചു പൊങ്ങി, വന്നു നിന്ന് കൊന്നു തിന്നിടും, നിഴൽ പോലെ പരസ്പരം ഉയർന്നു വന്ന് കൊന്നു തിന്നിടും, മാറി മാറി ഉദിച്ച് ആയുസ് അപഹരിക്കുന്ന, ദിനം ദിനം രാവും പകലും, ദിനേശൻ ഇന്ദു, ദിനേശൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഇന്ദു ചന്ദ്രൻ, എന്നു രണ്ടു കന്തുകം എന്ന് രണ്ടു പന്തുകൾ. ഇവിടെ സൂര്യനെയും ചന്ദ്രനെയും ഭഗവാൻ 2 പന്തുകളോട് ഉപമിച്ചിരിക്കുകയാണ്. ഇവർ ഉയർന്നും താഴ്ന്നും വരുന്നതനുസരിച്ച് പകലും രാത്രിയും മാറി മാറി വന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയ ദിനം വന്നുകൊണ്ടിരിക്കുന്നു. ഇതനുസരിച്ച് നമ്മുടെ ആയുസ് കുറയുന്നു. മനം കവിഞ്ഞു മാറി ആടുമങ്ങ്, അവിടുന്ന് ആനന്ദത്തോടെ അമ്മാനമാടുന്നതിൻ്റെ ഫലമായി. അതായത് ഇവിടെ ശിവൻ സൂര്യനെയും ചന്ദ്രനെയും എടുത്ത് അമ്മാനമാടുകയാണ്. ഇത് അവൻ്റെ ഒരു ആനന്ദക്കളിയാണെന്ന് പറയാം. മണ്ണൊട് എണ്ണുമീ ജനം നിനയ്ക്കുമൊക്കെയും, ശിവൻ ഇങ്ങനെ അമ്മാനമാടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ജനങ്ങളുടെ ആയുസ് കുറഞ്ഞ് അവരുടെ അഭിലാഷങ്ങളൊക്കെയും ഒടുവിൽ മണ്ണടിയുന്നു. എല്ലാവരും മരിക്കുകയും ചെയ്യുന്നു. ജയിക്കുമാതി ദൈവമേ, അവസാനം അവനാണ് എല്ലാ കളിയിലും ജയിക്കുന്നത്. നീ തന്നെയാണ് എല്ലാ കളിയിലും ജയിക്കുന്നത്, ആദിയോഗിയായ ദൈവമേ. ഇത്രയുമാണ് വാക്കുകളുടെ അർത്ഥം. ഭഗവാൻ ഇവിടെ പറയുന്നു, ഈ പ്രപഞ്ചനാഥനായിരിക്കുന്ന ശിവൻ ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് ഉണ്ടാക്കിപ്പോറ്റുന്നത്, എന്താണ് അവൻ അവിടെ ചെയ്യുന്നത്. ഇതെല്ലാം അവൻ്റെ ഒരു കളിയാണെന്ന് നമുക്കറിയാം. ഭഗവാന്റെ മായയാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അവൻ്റെ ലീലകളാണ് ഈ കാണുന്നതെല്ലാം. അവൻ 2 പന്തുകളെടുത്ത് അമ്മാനമാടുകയാണ്. ഈ അമ്മാനമാട്ടത്തിലെ 2 പന്തുകളാണ് സൂര്യനും ചന്ദ്രനും. ഒരു പന്ത് ഉയർന്നു പൊങ്ങുമ്പോൾ മറ്റേ പന്ത് കളിക്കാരൻ്റെ കയ്യിലേക്ക് താണു ചെല്ലുന്നു. ഇനി കയ്യിലിരിക്കുന്ന പന്ത് മുകളിലേക്ക് പൊങ്ങുമ്പോൾ മുകളിലിരിക്കുന്ന പന്ത് താഴേക്ക് വരും. ഇതാണ് അമ്മാനയാട്ടം. ഇവിടെ സൂര്യനെയും ചന്ദ്രനെയും 2 കൈകളിലാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മാനമാടി കളിക്കുകയാണ്. ഇത് ഒരു ഭാവനയാണ്, അല്ലെങ്കിൽ കൽപ്പനയാണ്. ഇങ്ങനെ അമ്മാനമാടുന്നതിനനുസരിച്ച് നമ്മുടെ ആയുസ്സും കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു പകലും ഒരു രാത്രിയും ചേർന്നതാണ്. ഇവിടെ പകലിനെ സൂചിപ്പിക്കാൻ സൂര്യനെയും രാത്രിയെ സൂചിപ്പിക്കാൻ ചന്ദ്രനെയും കൊണ്ടുവന്നിരിക്കുന്നു. അതായത് സൂര്യൻ ഉദിക്കുമ്പോൾ പകൽ തുടങ്ങും, സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ പകരം ചന്ദ്രൻ ആകാശത്തേക്ക് ഉദിക്കുന്നു. അതായത് ഒരു പകൽ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് 12 മണിക്കൂർ നഷ്ടമാകും. ഇതുപോലെ തന്നെ ചന്ദ്രൻ മറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും 12 മണിക്കൂർ ആയുസ്സിൽ നിന്ന് നഷ്ടമാകുന്നു. ചന്ദ്രൻ മറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും സൂര്യൻ ഉദിക്കുന്നു. സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ വീണ്ടും ചന്ദ്രൻ ഉദിക്കുന്നു. ഇതാണ് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഓരോ ദിവസവും നമ്മുടെ ആയുസ്സിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്രയും നമ്മൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
ഈ പരമാർത്ഥം ബോധ്യപ്പെടുത്താൻ വേണ്ടി ഭഗവാൻ നല്ലൊരു ഭാവന കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ. ശനൈരുയർന്ന്. ശനി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രഹമുണ്ട്. എന്താണതിൻ്റെ പ്രത്യേകത? അതിന് ചുറ്റും ഒരു വലയമുണ്ട്. ഇത് സൂര്യൻ്റെ നിഴലാണ്. ശനിയെ പലതരത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഭാരതീയ ശാസ്ത്രത്തിൽ ശനി നവഗ്രഹങ്ങളിൽ ഒന്നാണ്. സൂര്യപുത്രനാണ് ശനി. ശനിയെ കാലനായിട്ടും ചിത്രീകരിക്കുന്നുണ്ട്. കാരണം അവന് ചുറ്റും ഒരു നിഴലുണ്ട്. അതുകൊണ്ട് ആയുസ് എടുക്കുന്ന ഒരു പ്രയോഗമായിട്ടും ശനിയെ കണക്കാക്കുന്നു. ശനിദോഷം, കണ്ടകശനി, ഏഴര ശനി എന്നൊക്കെ ശനിയുടെ ഗ്രഹനിലയനുസരിച്ച് ജ്യോതിഷന്മാർ പറയാറുണ്ട്. അപ്പോൾ ശനൈരുയർന്ന് എന്ന് പറഞ്ഞാൽ നിഴൽ പോലെ ഉയർന്നു വന്ന്. വന്നു നിന്ന് കൊന്നു തിന്നിടും. മാറി മാറി ഉദിച്ച് ആയുസ് അപഹരിക്കുന്ന. ആരാണ് ഈ ആയുസ് അപഹരിക്കുന്നത്? ഈ സൂര്യനും ചന്ദ്രനും ശനിയെപ്പോലെ വന്ന് കൊന്നു തിന്നുകയാണ് നമ്മളെ. അവർ രണ്ടുപേരും ഉദിച്ചും അസ്തമിച്ചും നമ്മുടെ ആയുസ് കവർന്നുകൊണ്ടേയിരിക്കുന്നു. അതാണിവിടെ പറയുന്നത് ശനൈരുയർന്നുയർന്നു വന്നു നിന്നു കൊന്നു തിന്നിടും എന്ന്. അങ്ങനെ മാറി മാറി ഉദിച്ച് നമ്മുടെ ആയുസ് അപഹരിച്ചുകൊണ്ട്. ദിനം ദിനം, രാവും പകലും. ദിനേശൻ ഇന്ദു എന്ന് രണ്ട് കന്തുകം. ദിനേശൻ സൂര്യൻ, ഇന്ദു ചന്ദ്രൻ, കന്തുകം പന്ത്. ഇവയ്ക്ക് രണ്ടിനും പന്തിൻ്റെ ആകൃതിയാണ്. അതായത് സൂര്യനും ചന്ദ്രനുമാകുന്ന രണ്ട് പന്തുകൾ മാറി മാറി ഉയർന്നു വന്ന് ആയുസ്സിനെ കൊന്നു തിന്നുകയാണ്. അങ്ങനെ നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. മനം കവിഞ്ഞ് മാറി ആടുമങ്ങ്. മണ്ണൊടെണ്ണും ഈ ജനം നിനയ്ക്കുമൊക്കെയും ജയിക്കും ആദിദൈവമേ. അപ്പോൾ ഇങ്ങനെ സൂര്യനും ചന്ദ്രനും മാറി മാറി അമ്മാനമാടി കളിക്കുന്നതിൻ്റെ പിന്നിൽ ആരാണ്? പിന്നിൽ പരമശിവനാണ്, അല്ലെങ്കിൽ മഹാദേവനാണ്, പരമാത്മാവാണ്, പരമബോധമാണ്, അല്ലെങ്കിൽ അറിവാണ്. അവൻ എന്തു ചെയ്യുന്നു? അവൻ ആനന്ദിക്കുകയാണ്. എങ്ങനെ? മനം കവിഞ്ഞ് മാറി ആടി ആനന്ദിക്കുകയാണ്. മനം കവിയുക എന്ന് പറഞ്ഞാൽ ആനന്ദം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിക്കൊണ്ട്. മാറി ആടുമങ്ങ്. അങ്ങ് ഈ പന്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ശിവൻ എന്ന് പറയുന്നത് നിശ്ചല തത്വമാണ്. ശിവം എന്ന ആ നിശ്ചല തത്വം വന്ന് പന്താടുകയില്ല. മറിച്ച് ആ നിശ്ചല തത്വത്തിൽ ഉറഞ്ഞുകൂടിയിരിക്കുന്ന ശക്തിയാണ് ഈ നിശ്ചല തത്വത്തെ ആനന്ദിപ്പിക്കാൻ വേണ്ടി പന്താടുന്നത്. ഇതിനെ സൂചിപ്പിക്കുകയാണ് മനം കവിഞ്ഞ് മാറി ആടുമങ്ങ് എന്ന പദങ്ങൾ കൊണ്ട്. അങ്ങ് എന്തു ചെയ്യുന്നു? മനം കവിഞ്ഞ് ആനന്ദത്തോടുകൂടി സൂര്യനും ചന്ദ്രനുമാകുന്ന രണ്ട് കന്തുകങ്ങളെ എടുത്ത് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കാലത്തെ ഭഗവാന്റെ അമ്മാനമാട്ടമായി മനോഹരമാം വണ്ണം ചിത്രീകരിച്ചിരിക്കുകയാണ് ഇവിടെ ഗുരുദേവൻ. ആ സമയത്ത് എന്താണ് ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജനം നിനയ്ക്കുമൊക്കെയും മണ്ണൊടെണ്ണും. മനുഷ്യൻ ഈ ലോകത്ത് പലതും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾ ഈ കളിയുടെ രഹസ്യം അറിയുന്നതേയില്ല. ഈ ജഡപ്രപഞ്ചം സത്യമെന്ന് ഭ്രമിച്ച് ഇവിടെ പലതും നേടാൻ കൊതിക്കുകയാണ്. ഈ കളി തുടങ്ങിവെച്ച സത്യത്തെ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നതേയില്ല. ഒടുവിൽ ജീവിതത്തിൽ ഒരിക്കലും സുഖം കിട്ടുന്നില്ല എന്നു മാത്രമല്ല, ഇരട്ടി ദുഃഖങ്ങളിലേക്കും ദുരിതങ്ങളിലേക്കും ചെന്ന് പെടുകയും ചെയ്യുന്നു. ഒന്നിലും തൃപ്തി വരാതെ ഓടിത്തളർന്ന് അലഞ്ഞുകൊണ്ടേയിരിക്കും. ഒടുവിൽ നമ്മുടെ ജീവിതത്തിന് കാര്യമായ ധന്യതയൊന്നും കിട്ടാതെ മണ്ണൊടെണ്ണും. നിരവധി അഭിലാഷങ്ങളുമായി മരിച്ച് മണ്ണിൽ ചെന്ന് ചേരുന്നു. ആ സംഭവമാണ് ഇവിടെ സൂര്യനും ചന്ദ്രനും ഭഗവാന്റെ കൈകളിൽ കിടന്ന് മാറി മാറി അമ്മാനമാടുന്നതിനിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ജനത്തിൻ്റെ സ്വപ്നങ്ങളൊക്കെ മരിച്ച് മണ്ണടിയും. അല്ലാതെ വേറെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അവർ പലതും കൊതിച്ച് ഓടുന്നു. പലതും കണ്ട് അതിലേക്ക് ഉറ്റുപാർത്തു നിൽക്കും. ഇവിടെ പലതും കണ്ട് ഇങ്ങനെ ഭ്രമിച്ച് നോക്കി നിൽക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അവൻ്റെ ഉള്ളിൽ ഒരു ജീവാത്മാവ് ഇരിപ്പുണ്ട്. അത് കണ്ടുപോയിടേണം എന്ന് ആത്മോപദേശ ശതകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഇതിനെല്ലാം സർവം സാക്ഷിയായി ഒരു ജീവാത്മാവ് ഇരിപ്പുണ്ട്. അത് നമ്മുടെ ഉള്ളിലാണ്. ആ ജീവാത്മാവിലേക്ക് നീന്തിക്കയറണം. അതിലേക്ക് മാത്രം പോകണം. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഭഗവാൻ 2 വരികളിലായി എഴുതി വച്ചിരിക്കുകയാണ്. ശിവൻ സ്വയം ആനന്ദിക്കാൻ വേണ്ടി സൂര്യനും ചന്ദ്രനുമാകുന്ന 2 പന്തുകളെടുത്ത് അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ആയുസ് കുറഞ്ഞുകൊണ്ടും ഇരിക്കുന്നു. അതൊന്നും അറിയാതെ ഈ പാവങ്ങൾ ഓരോന്ന് കിനാവ് കണ്ട് അതൊക്കെ നേടാൻ വേണ്ടി ഓടി ഓടി നടക്കുകയാണ്.
കാലം കഴിയുമ്പോൾ അവരുടെ കിനാവുകളെല്ലാം മണ്ണടിയും എന്നല്ലാതെ ഈ ഭൂമിയിൽ മറ്റൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ സംഭവിക്കുന്നത് ഒന്നേ ഉള്ളൂ, ജയിക്കും ആദി ദൈവമേ. ദൈവം മാത്രം ജയിക്കും. ഈ കളിയിൽ കളിക്കാരനും അവൻ തന്നെയാണ്. കളിക്കുന്ന 2 പന്തുകളും അവൻ തന്നെയാണ്. അതായത് ശിവന്റെ അഷ്ടശരീരങ്ങളിൽ 2 എണ്ണമാണ് ഈ പന്തുകളായ സൂര്യനും ചന്ദ്രനും. അപ്പോൾ അവൻ തന്നെയാണ് പന്ത്. അവൻ തന്നെ കളിക്കുന്നു, അവൻ തന്നെ കാണുന്നു, അവൻ തന്നെ രസിക്കുന്നു. അവൻ തന്നെയാണ് ജയിക്കുന്നതും. അവനാണ് ആദി ദൈവം. ആ കളി കളിച്ച് ജയിക്കുന്നവനാണ് ആദി ദൈവം. അവൻ മാത്രമേ ഇവിടെയുള്ളൂ. ദൈവം ഒന്നേ ഉള്ളൂ എന്നുള്ളതല്ല ഇവിടുത്തെ സത്യം. ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരു ദൈവമേ ഉള്ളൂ എന്ന അറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. ആ അറിവുണ്ടായാൽ മാത്രമേ ദൈവം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന അറിവിലേക്ക് നാം എത്തപ്പെടുകയുള്ളൂ. ജീവിതം വ്യർത്ഥമാകാൻ ഇടയാകാതെ ഈ സത്യം ബോധിപ്പിച്ചു തരണമെന്നാണ് ഈ 4-ാം ശ്ലോകത്തിൽ കൂടി അർത്ഥമാക്കുന്നത്. 4-ാം ശ്ലോകത്തിൻ്റെ ആശയം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഞായറാഴ്ച വീണ്ടും 5-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥവ്യാഖ്യാനവുമായി വോയിസ് ഓഫ് ഗുരു നിങ്ങളുടെ മുന്നിലെത്തുന്നു. നമസ്തേ.